സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ മുടങ്ങാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1955 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ചർച്ചയാണ്. ഇന്ന് അന്തർദേശീയ വിരവിമുക്ത ദിനമാണ്. ഈ വിരവിമുക്ത ദിനത്തിൽ വിരമുക്തിയും ഹോമിയോപ്പതിയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ വിരവിമുക്തിയിൽ ഹോമിയോപ്പതിക്കുള്ള പ്രാധാന്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ചയാണ് ഇന്ന് മലയാളം സെഷനിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കാം. ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര നന്ദി. ഇന്നത്തെ ഈ വിമുക്തിയിൽ അല്ലെങ്കിൽ വിരശല്യം പ്രതിരോധത്തിൽ ഹോമിയോപ്പതിയെ കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എല്ലാ പ്രിയ ഡോക്ടർമാരും പങ്കെടുക്കണം, അവരവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ ചർച്ചയിൽ ആദരണീയരായ നമ്മുടെ സീനിയർ ഡോക്ടേഴ്സും നമ്മുടെ സംഘടനയുടെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ട് ഡോക്ടറുണ്ട്, രമാദേവി അമ്പാടി മാഡമുണ്ട്, പിന്നെ ഷഫീഖ് ഡോക്ടറുണ്ട്, മറിയാമ്മ ജോണൻ ഡോക്ടറുണ്ട്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചർച്ചയിൽ സജീവമായി പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ആദ്യമായി ഞാൻ നമ്മുടെ സംഘടനയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ട് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഡോക്ടറെ, എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? നമസ്കാരം. കേൾക്കാലോ അല്ലേ? കേൾക്കാം, കാണാം. അപ്പൊ ഇങ്ങനെ ഒരു ചർച്ച നമ്മൾ പ്രത്യേകം സംഘടിപ്പിക്കാനൊരു ആവശ്യമായി വന്നത് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനി ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തുടങ്ങി കോർപ്പറേറ്റ് ശക്തികൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ കരുതലോടെ നമ്മൾ കരുതി അതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധയപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഹോമിയോപ്പതിയിൽ ഇതിനുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുന്നതിനും മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുന്നതിനുമുള്ള ഒരു അവസരം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നമുക്കെല്ലാം നമ്മൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുകയും നമ്മൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. എങ്കിലും നമ്മൾ ഒന്നോടെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അത് നമ്മൾ കരുതലോടെ നമ്മൾ നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ രോഗികളായിട്ട് വരുന്നവരെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും മാത്രമല്ല സമൂഹത്തിലുള്ള എല്ലാ തലത്തിൽപ്പെട്ട ആൾക്കാരെയും നമ്മൾ അറിയിക്കണം. പിന്നെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, ധർമ്മമാണ്. ആ കരുതൽ അവരെടുക്കണമെന്നും ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണമെന്നും ഫ്രീ കിട്ടുന്ന സാധനങ്ങളൊക്കെ എപ്പോഴും വാങ്ങിച്ച് കഴിക്കുന്നത് ശരിയല്ല എന്നും ബോധ്യപ്പെടുത്തുകയും കരുതലോടെ ചെയ്യാനായിട്ട് അവരെ ഉദ്ഘോഷിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതൊരു കടമയാണ് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത വെച്ച്. ഇനി അത് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മുടെ ധർമ്മം അവിടെ കൊണ്ട് തീർന്നു. പിന്നെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെയുള്ളത് ഹോമിയോപ്പതി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇപ്പോൾ എൻ്റെ പ്രാക്ടീസിലും ഒക്കെ നമ്മൾ മെയിനായിട്ട് മരുന്നുകൾക്കെതിരെ, വിരക്കെതിരെ കൊടുക്കുന്ന മരുന്നുകൾ, ഒന്ന് സിന, ടൂക്രിയം, മാരംവീരം, സ്പൈജീലിയ, സന്തോണിനം, ലോ പൊട്ടൻസി, ഫെലിക്സ് മാക്സ്, ചിനോപോഡിയം, പിന്നെ നമ്മൾ ജനറൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് സൾഫർ ഹൈപ്പൊട്ടൻസി 200 1 ഒക്കെ ഒരു ഡോസ് ഒരു ജനറൽ എക്സ്പൾസീവ് ഫോഴ്സിന് വേണ്ടി അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇത്രയാണ് ഞാൻ ഒരു ജനറലൈസ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഹോമിയോപ്പതിക്ക് അതിന് നമുക്ക് സ്കോപ്പുണ്ട്. നമ്മൾ ആ ഒരു കാര്യം നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ എനർജി സ്ട്രോങ് ആണെങ്കിൽ നത്തിങ് ക്യാൻ സർവൈവ് വിതിൻ അസ്. ഇപ്പൊ നമ്മുടെ അഗ്രികൾച്ചറിൽ തന്നെയാണെങ്കിലും അഗ്രോ ഹോമിയോപ്പതി എന്നുള്ള മരുന്ന് വികസിപ്പിച്ചെടുത്ത നമ്മുടെ പഴയ പേട്രണായിട്ടുള്ള നമ്മുടെ മരിച്ചുപോയ സാറുണ്ടല്ലോ,
ലത്തീഫ് സാർ താങ്ക് യു സാർ. ആ ലത്തീഫ് സാറിന്റെ ഒരു പ്രത്യേകമുണ്ട്. അഗ്രോ ഹോമിയോപ്പതി കൊടുത്താൽ ചെള്ള് വരുന്നത് പോലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലാണ്ടാകുമെന്നുള്ളത്. ഞാനൊക്കെ ആദ്യം അതിനെ അങ്ങോട്ട് സ്വീകരിക്കാൻ ഇച്ചിരി വിമുഖത എനിക്ക് തന്നെ തോന്നി. പക്ഷെ പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു ഫിലോസഫി അനുഭവസ്ഥര് പറയുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു തലം നമ്മുടെ വൈറ്റൽ ഫോഴ്സിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ചാൽ നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ശക്തമായി കഴിയുമ്പോൾ നമ്മളെ നമ്മുടെ എന്ത് ആക്രമിക്കാൻ, നമ്മുടെ എക്സിസ്റ്റൻസിനെ എന്ത് ഇല്ലാതാക്കാൻ വന്നാലും സ്വയം പ്രതിരോധിക്കാനുള്ള ശക്തി ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഉണ്ട്, ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്. അപ്പൊ ഞാൻ ഈ പ്ലാന്റ്സിൽ ഈ ഹോമിയോ മരുന്ന് തളിച്ച് അതിന്റെ വൈറ്റൽ ഫോഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ അതിനെ ആക്രമിക്കാൻ വരുന്നതിനെ റിപ്പല് ചെയ്യുന്നതിനോ നശിപ്പിക്കുന്നതിനോ ഉള്ള കെമിക്കല് അതിൻ്റെ അകത്ത് ഫോം ചെയ്യാൻ അപ്പൊ അതിന് സാധിക്കും. അങ്ങനെ റിപ്പല് ചെയ്തതായിട്ട് പലരും അനുഭവസ്ഥർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മിനിമം ഡോസിലായിരിക്കണം ഉപയോഗിക്കണേ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പ്ലാന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ 1/3 മാത്രമേ 1/3 ഓഫ് ദ പ്ലാന്റ് മാത്രമേ ലീവ്സിൽ മാത്രമേ അത് സ്പ്രിങ്കിൾ ചെയ്യാമുള്ളൂ. അതിനെ മൊത്തം കുളിപ്പിച്ചെടുത്താൽ ആക്ഷൻ ഉണ്ടാകില്ല എന്നൊക്കെ ലത്തീഫ് സാറ് പറയുകയും എൻ്റെ അനുഭവത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ചില കുട്ടികളുടെ തലയിലൊക്കെ പെയിൻ വരുമ്പോൾ സരസപ്പരില കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എനർജി വൈറ്റൽ ഫോഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ചാൽ അവർ എവരി ലിവിങ് ഓർഗാനിസം ഹാസ് ദ എബിലിറ്റി ടു റിപ്പൽ എനിത്തിങ് എനിമിക്കൽ ടു അവർ സിസ്റ്റം. അത് വളരെ യൂണിവേഴ്സലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നാച്ചുറൽ പ്രിൻസിപ്പിളാണ്. ഇത് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കാണിച്ചു കൊടുക്കേണ്ടതും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്റെ ഒരു ധർമ്മമായിട്ട് സ്വീകരിച്ച് നമ്മളത് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യണമെന്ന് ഈ ഈ വര നിർമാർജന ദിവസത്തിൽ ഞാൻ എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനോടും ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മുടെ ഇനിയുള്ള ജീവിതത്തിലെ ഒരു പ്രധാന ധർമ്മമായിട്ട് നമുക്ക് മാറ്റാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. വളരെയധികം നന്ദിയുണ്ട് ഷാജി കുടിയേറ്റ ഡോക്ടറെ. എന്തായാലും ഡോക്ടർ എത്തുകയും ഇത്രയും കാര്യങ്ങൾ ഈ ദിവസം ഇത്രയും കാര്യങ്ങൾ ഡോക്ടർ സംസാരിച്ചു. വളരെ സന്തോഷം. നന്ദിയും രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി അമ്പാടിയമ്മയുണ്ടോ? അമ്പാടിയമ്മ കോഹോസ്റ്റ് ആണേ, സംസാരിക്കാമോ? ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. എനിക്ക് 2 പേഷ്യന്റ് ഉണ്ട്. ആയിക്കോട്ടെ. ശാന്താചന്ദ്രൻ മേഡം ഉണ്ടോ? ശാന്താചന്ദ്രൻ മേഡത്തിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കോഹോസ്റ്റ് ആണ്. ശാന്താചന്ദ്രൻ മേഡം റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മുടെ ഹരികുമാർ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർക്ക് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കോഹോസ്റ്റ് ആണേ. ഹരികുമാർ ഡോക്ടർക്ക് സംസാരിക്കാം. ആരും വരുന്നില്ലല്ലോ. ഞാൻ പറയാം. ശരി സാറ്, തീർച്ചയായിട്ടും സാറിന് വാം വെൽക്കം. ഞാൻ സാറ് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും, ഒരു ക്ലാസ് കഴിഞ്ഞിട്ടൊന്നായോണ്ടാണ് ഉടനെ വിളിക്കാഞ്ഞത് കേട്ടോ. ഞാൻ ചോറുണ്ടില്ല. അതാണ്. അങ്ങനെ വല്ല കഴിച്ച ഉടനെ ഞാൻ കിടന്നുറങ്ങും. അതുകൊണ്ട് പിന്നെ ഞാൻ അപ്പൊ സാറിന് പറയാനുള്ള പറഞ്ഞിട്ട് പോകാം. ഹുക്കുവേമിൻ ഇൻഫെക്ഷന് കാർബൺ ടെട്രാമൂർ എന്ന് പറയുന്ന ഒരു മദർ ടിഞ്ചർ ഉണ്ട്. അത് 3C വരെയുള്ള പൊട്ടൻസി കൊടുക്കാം, അല്ലെങ്കിൽ മദർ ടിഞ്ചർ കൊടുക്കാം. അത് പിള്ളേർക്ക് കുറച്ച് ഡോസേ കൊടുക്കാവുള്ളൂ, പകുതിയേ കൊടുക്കാവുള്ളൂ. ഏത് വരയ്ക്കാണെന്നാണ് സാർ പറഞ്ഞത്? അതാരേലും പറഞ്ഞോന്ന് എനിക്കറിയാൻ വേണ്ടി ഡോക്ടർ. ഇല്ല, ആരും പറഞ്ഞില്ല സാർ. അതായത് ഞാനൊരു ഡോക്ടർ മറിയാമ്മ പറയാൻ പോവാണെങ്കിൽ ഞാൻ അല്ല സാറ് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി മറിയാമ്മ ഡോക്ടറെ വിളിക്കാം. പേരൊന്നുകൂടെ ചോദിച്ചോ സാറേ? കാർബൺ ടെട്രാമൂർ, ഹാർമോണിയൻ ടെട്രാമൂർ മദർ ടിഞ്ചർ. ഇനി ഏതെങ്കിലും ഇത് എന്റെ ഒരു കേസ് ഹിസ്റ്ററി കൂടെ പറയാം. ഒരു കൊച്ചിന് ഭയങ്കര
ഇത് മാത്രമല്ല തൈമോളും അതിന് പറ്റിയതാണ്. തൈമോൾ തൈമോള് ആ അതും കുക്കുവമിനാണോ? കുക്കുവേമിന്. അതായത് ഒരു കൊച്ചിന് ഭയങ്കര ചുമ, അലോപ്പതി ചെയ്തു, ഈ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കണ്ടു, കുറഞ്ഞില്ല. ഞാൻ ഹോമിയോപ്പതി മരുന്ന് പലതും ഇൻഡിക്കേഷൻ അനുസരിച്ച് കൊടുത്തു, കുറഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞു 3-4 വയസ്സേ ഉള്ളൂ, എന്നാലും നമ്മൾ സംശയിക്കുകയല്ലോ. എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുക്കുവാമിന് ഈ തൈമോൾ മദർ ടിഞ്ചർ കൊടുത്തപ്പോൾ ചുമയും പോയി, കുക്കുവാമും പോയി. അപ്പം ഈ പാരസൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇത് പോകും. ഏതാ ഈ അലോപ്പതി മരുന്ന് കൊണ്ട് ചിലപ്പോൾ ബാംസൊക്കെ പോയെന്നിരിക്കുക, അവർ ഡീബാമിഫിക്കേഷനുള്ള മരുന്നൊക്കെ കൊടുക്കും. എന്നാ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. ഞാനത് ഉപയോഗിക്കാത്ത കൊണ്ട് എനിക്ക് അതിൻ്റെ പേര് പോലും മറന്നുപോയി. അതായത് എന്നാ അതിൻ്റെയൊക്കെ പേര് പോട്ടെ, ഏതാണ്ട് ഒരു സൊല്യൂഷൻ കൊടുക്കും എല്ലാ 2 മാസം കൂടുമ്പോഴോ 1 മാസം കൂടുമ്പോഴോ. ഇതിൻ്റെയൊക്കെ പേര് പോലും മറന്നുപോയി, പോട്ടെ. എന്നാലും നമ്മുടെ ഇൻഡിക്കേറ്റഡ് മരുന്ന്, ഉദാഹരണം വേറൊരു കേസ്, ഒരു കൊച്ചിന് ഈ സീനായുടെ സിംറ്റം, അതിന് മൂക്ക് ഗ്രൈൻഡിങ് ഓഫ് ദി ടീത്ത്, ഇറിറ്റബിലിറ്റി, കരച്ചില്, ഇതെല്ലാം ആയിട്ട് വന്നു. ഞാൻ സീന കൊടുത്തിട്ട് കുറവുണ്ട്, പിന്നെയും വരിക. അവസാനം അവർ ഞാൻ വിചാരിച്ചു കുറഞ്ഞെന്ന് വിചാരിച്ചു. ഒരു ദിവസം വഴി വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, കൊച്ചിൻ്റെ അസുഖമൊക്കെ കുറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഡോക്ടറെ അത് കുറയും, വീണ്ടും വരും. പിന്നെ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അതിന് വേണ്ടബിൾ ആയിരുന്നു. അതിന് ആ ഡീബാമിഫിക്കേഷൻ ചെയ്തപ്പം അതിൻ്റെ കുറച്ചുകൂടെ കുറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വന്നു. പിന്നെ സീന കൊടുത്തപ്പോൾ ഈ സിംറ്റംസ് എല്ലാം റിമൈൻ ചെയ്തു. വീണ്ടും സീന കൊടുത്തപ്പോൾ കുറഞ്ഞു. അന്നേരം ചിലപ്പം ഈ ഡീബാമിഫിക്കേഷൻ മെഡിസിൻ കൊടുത്താലും നമ്മുടെ മരുന്ന് കൊടുക്കുക, അതിൻ്റെ ടോക്സിൻസ് ശരീരത്തിൽ നിലനിൽക്കും. അത് വന്നു കഴിഞ്ഞാൽ സിംറ്റംസ്, ഈ ബാംസിനൊക്കെ ടോക്സിൻസ് ഉണ്ട്, അത് നമ്മുടെ ശരീരത്ത് നിലനിന്നാൽ അത് സിംറ്റമാറ്റിക് ആയിട്ടുള്ള സിംറ്റം കാണിച്ചുകൊണ്ടിരിക്കും. അത് ഓരോ അലോപ്പതി മരുന്നിനും കുറയ്ക്കാൻ പറ്റില്ല. ഓൺലി ഹോമിയോപ്പതിക് മെഡിസിൻ ക്യാൻ ക്യൂർ സച്ച് ടൈപ്പ് ഓഫ് ദി സിംറ്റം. ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തുകൊണ്ട് അറിയാതെ ഇംഗ്ലീഷ് അങ്ങ് വന്നു പോന്ന കേട്ടോ, സോറി. പിന്നെ ചിനോപ്പോഡിയം നല്ലൊരു മരുന്നാണ്, അത് 10 കൊള്ളിയാണ്. പൂക്കോമിന് നല്ല മരുന്നാണ്, റൗണ്ട് വേമിനും അത് കൊള്ളാം. പിന്നെ ചിലോൺ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, അതും 10 കൊള്ളിയാണ്. എല്ലാ ചിലോൺ, CHELONE, ചിലോൺ റൗണ്ട് വേമിനും ത്രെഡ് വേമിനും ഒക്കെ കൊടുക്കാം. അത് നല്ലൊരു മെഡിസിനാണ്. പിന്നെ കുക്കുർബിറ്റ പെപ്പോ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, കുക്കുംബറിൽ നിന്ന് കണ്ടെന്ന് എടുക്കുന്ന. വലിയ ഇതില്ല. ടേപ്പ് വേമിന് നല്ലതാണ്. ടേപ്പ് വേം അലോപ്പതി കുറയ്ക്കാൻ വലിയ പാടാണ്. നമ്മുടെ ഈ കുക്കുർബിറ്റ പിപ്പോ കൊടുത്താൽ ടേപ്പ് വേംസ് കംപ്ലീറ്റ് പോകും. ഒരുപാട് കേസുകൾ ഞാൻ കുറച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുപ്രം ഓക്സിനൈട്രേറ്റ് 1X, ടേപ്പ് വേമിനും ട്രൈക്കോമണാലിസിസ് അതിനും നല്ലതാണ്. ദിവസം 3 പ്രാവശ്യം 1 ഗ്രാം ഡോസ്. ഹെൽമിനന്തോ കൊറേറ്റോസ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. റൗണ്ട് വേമിന് ലുംബ്രിക്കോഴ്സിന് നല്ലതാണ്. പിന്നെ ഹൈഡ്രോകോട്ടൈൽ 6S, ഹൈഡേറിയസിന്റെ അതൊരു വേമിന്റെ കൂട്ടത്തിലാണല്ലോ. ത്രെഡ് വേമിനും നല്ലതാണ് ഹൈഡ്രോകോട്ടൈൽ. സാന്റണിൻ ഡോക്ടർ കുടിയാത്ത് പറഞ്ഞു കഴിഞ്ഞു. അതിനും വിച്ചിങ് ഓഫ് ദി നോസും ഇതുമൊക്കെ ഉണ്ട്, സീനക്കൂട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്പൈജീരിയ, സ്പൈജീലിയൊക്കെ ഏത് പൊട്ടൻസിയാണ് സാറേ കൊടുക്കുന്നത്? ഞാൻ സ്പൈജീരിയ ഒക്കെ കൊടുക്കുന്നത് 0/3 തന്നെയാണ്. പൊട്ടൻസി കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുറഞ്ഞില്ല, ഇടയ്ക്ക് 30 ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അബ്ഡോമിനൽ പെയിൻ, അതിൻ്റെ സിംറ്റംസ് വയറ്റി വേദനയായിരിക്കും. ഈ പൊക്കിളിന് ചുറ്റും
മൊത്തമായിട്ടുള്ള വേദനയായിരിക്കും. മുട്ടുമ്പോൾ പൊക്കിളെ മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ ടുക്രിയം പുള്ളി പറഞ്ഞതാണ്, ഡോക്ടർ പറഞ്ഞതാണ് ടുക്രിയം. ഇത് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് അസ്കാരിസ് പിൻബാംസ് ഈ കൊച്ചു പിള്ളേർക്ക് മിക്കവാറും കാണും. അത് സ്കൂളിൽ നിന്ന് വരുന്ന പിള്ളേർക്കെല്ലാം കാണും. അതിങ്ങനെ രാത്രിയിലാകുമ്പം ചൊറി കാണും. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ, പെൺകുട്ടികൾക്കാണെങ്കിൽ വജൈന കൂടെ വന്ന് വേറെ പല അസുഖങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മൂക്ക് ചൊറിച്ച് ആണ് ഇതിൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട സിംറ്റം. പിന്നെ തൈമോഡ് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് സ്പെസിഫിക് ഫോർ 3 ml ഡോസാണ് അത് കൊടുക്കേണ്ടത്. All worms infesting the human body are parasite and they consume to the patient's nutrients. അതാണ് പാരസൈറ്റ് ആയതുകൊണ്ട് അത് നമ്മുടെ ഇതിലുണ്ടെങ്കിൽ, ഇപ്പോൾ കുക്കുവമൊക്കെ ആണെങ്കിൽ അനീമിയ ഒരു വലിയ, എന്നാ കഴിച്ചാലും ആൾ ക്ഷീണിച്ചിരിക്കുക. ഈ ആൻറ്റി ബർമിസൈഡ് ഉപയോഗിച്ചുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. ചിലർക്ക് ഡയറിയ ഉണ്ടാകും, ചിലർക്ക് ഗ്യാസ് ഉണ്ടാകും, അനീമിയ ഉണ്ടാകും, ഈ പല്ല് കൂട്ടിയടിക്കും, ഇങ്ങനെ ഞറുമ്പം ഭയങ്കര ക്ഷീണമാകും. ഗാർലിക്കും റോ പംകിനും സീഡ്സും റോ ബീൻസും കാരറ്റ്സും പപ്പയ ഹോമഗ്രൈൻസും ഒക്കെ കഴിച്ചാൽ അതുകൊണ്ട് വളരെയധികം കുറവ് കിട്ടും. ഗാർലിക്സ്, പംകിന്, റോ ബീൻസ്, കാരറ്റ്, പപ്പയ, ഇതിനൊക്കെ വളരെയധികം പ്രയോജനമുണ്ട്. പിന്നെ ഈ പേന് പോകാനായിട്ട് സോറിനം, ഈയിടെ എൻ്റെ മകൻ്റെ കൊച്ച് 3.5 വയസ്സേ ഉള്ളൂ, അതിന് തല നിറച്ച് പേന്, എന്നൊക്കെ പരട്ടിയിട്ടും പോകില്ല, വീണ്ടും തല പേന്. എനിക്ക് സോറിനം കൊടുത്ത പിന്നെ ഇപ്പൊ ചൊറിഞ്ഞ് കാണാറില്ല. അത് എപ്പോഴും തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. എൻ്റെ വീഡിയോ ഞാൻ ഓൺ ചെയ്തില്ല കേട്ടോ. ഞാനെല്ലാം കട്ടയമ്പടമൊക്കെ മടക്കി ചോറ് കൊണ്ടിട്ട് കിടക്കാനിരുന്ന, അന്നേരം ഇത് ഡിസ്കഷൻ ആയതുകൊണ്ട് പിന്നെയും താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടിരുന്ന, അന്നേരം തല ചൊറിഞ്ഞോണ്ടിരുന്നു. ഇപ്പൊ ചൊറിയുന്നില്ല. എല്ലാ ഈ ഇതിനും ഉണ്ടല്ലോ കെമിക്കൽസ് ഉള്ള പെരട്ടിക്കൊണ്ടും കിടന്ന് പോകുന്ന ഇതുണ്ട്, അതൊന്നും കൊണ്ടൊന്നും പോയില്ല. ഇതുകൊണ്ട് പറഞ്ഞു. പിന്നെ ഷാഫി സാക്രിയ മദർ ടിഞ്ചറും പെരട്ടാൻ നല്ലതാണെന്നാണ് പറയുന്നത് ഈ പേനിന്. പക്ഷെ സോറിനം കൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ളവരോട് പറയട്ടെ, വേറെ ആരും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ണാനായിട്ട് എടുത്തു വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ എന്നിട്ട് പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും കുറെ കേസുകളൊക്കെ പറയാം, അനുഭവങ്ങളോ പറയാം. ഓക്കെ, ഇനി വേറുള്ളവരുണ്ട്. ഓക്കെ ശ്രീധരകുറുപ്പ് സാറേ. ഓക്കെ സാറേ, സന്തോഷം. സാറ് ചെറിയ കാര്യമല്ലല്ലോ പറഞ്ഞു. ഒത്തിരി മെഡിസിനും അതിന്റെ 1-2 റയർ മെഡിസിൻ, 2-3 റയർ മെഡിസിൻസും പിന്നെ അതിന്റെ ഇൻഡിക്കേഷൻസും എല്ലാം സാറ് പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും വളരെ നല്ല കാര്യങ്ങളാണ്, ഒത്തിരി കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം, നന്ദി. എന്നിട്ട് അവസാനം ആരും ഇല്ലാതെ വന്നാൽ ഞാൻ വല്ലതും പറയാം. ഞാൻ കേട്ടോണ്ടായിരിക്കുന്നത്. ഞാൻ ആഹാരം കഴിച്ചില്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കതാ ഇത് തുറക്കാത്തത്. ഞാനെല്ലാം കട്ടോമ്പടയെല്ലാം മടക്കിയതാണ്. കിടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അന്നേരം താല്പര്യമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് കയറിയത്. ഭക്ഷണമൊക്കെ കഴിച്ച് സാറ് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് തീർച്ചയായിട്ടും വരണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോഴേക്ക് അമ്പാടിയമ്മ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അമ്പാടിയമ്മയിലേക്ക് പോവാം. ഞാൻ സാധാരണ ഈ വേമിൻ്റെ ട്രബിൾ വരുമ്പോൾ അവരുടെ സിംറ്റം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സിന ചൈൽഡാണെങ്കിൽ അവർ ഇതുപോലെ മൂക്കിട്ട് എപ്പോഴും ചൊറിയും, അതുപോലെ തന്നെ വിരൽ കടിക്കും, നഖം കടിക്കും, പിന്നെ വാശി ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ വാശി പിടിച്ചിട്ട് ഭയങ്കര ഇത് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചാൽ നമ്മളത് കൊടുത്ത ഉടനെ അത് എടുത്തെറിഞ്ഞ് കളയും. അവർക്കത് വേണ്ട, അവർ റിസീവ് ചെയ്യില്ല. അങ്ങനെയൊക്കെയുള്ള വാശി പിടിക്കുന്ന കാണുമ്പോൾ ഞാൻ സിനയാണ് കൊടുക്കുന്നത്. അതേ സമയത്ത് നമുക്കിപ്പോൾ കാമോമിലയ്ക്കും ഈ ബേം ട്രബിൾ ഉണ്ട്.
പക്ഷെ ക്യാമോമിലും സീനയും തമ്മിലുള്ള എന്താണെന്ന് വെച്ചാൽ ക്യാമോമിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമെങ്കിലും വാശി പിടിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ക്യാമോമില കുട്ടി എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കൊച്ചു ഇതാവും കൺസോൾഡ് ആവും. സീന എടുത്തുകൊണ്ട് നടന്നാലും വളഞ്ഞു കുത്തി കരയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സീനയാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് ഈ ചില കുട്ടികൾക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ അവരുടെ കണ്ണിന് ചുറ്റും നീല നിറം, കാരണം ക്ഷീണിച്ചിരിക്കുന്ന പോലെ തോന്നും നമുക്ക്. അതുപോലെ വാശിയും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആനത്തിൽ ചൊറിച്ചിലും ഒക്കെ കാണുകയാണെങ്കിൽ സ്റ്റാനമെറ്റ് 200, ഇത് പ്രകാശൻ സാറ് പറഞ്ഞതാണ് എനിക്ക്. ഈ സ്റ്റാനമെറ്റ് 200 കൊടുത്താൽ ആ കുട്ടിയുടെ, നമ്മൾ കൊച്ചിനെ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും. അതായത് കൊച്ചിൻ്റെ കണ്ണിന് ചുറ്റും ഈ പ്രായമുള്ള സ്ത്രീകളുടെ അതുപോലെ ചുറ്റും കറുത്ത ഇത് കാണുമ്പോൾ അവർക്ക് സ്റ്റാനമെറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പിൻവാമിന് ട്യൂക്രിയം കൊടുക്കുന്നതിന് മുൻപ് സോറിനം വണ്ണം 2 ഡോസ് കൊടുത്തിട്ട് വേണം ട്യൂക്രിയം കൊടുക്കാമെന്ന് ഈ പ്രകാശ് സാറ് ഞാൻ ഹൗസ് സർജൻസിയുടെ സമയത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് കൊടുക്കുന്നത്. ഈ ട്യൂക്രിയം സോറിനം കൊടുത്തിട്ടേ ഞാൻ ട്യൂക്രിയം കൊടുക്കാറുള്ളൂ. പിന്നെന്താ, പിന്നെ ഇപ്പോൾ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഇതുപോലെ ഇപ്പോൾ ഹുക്ക്വേം ട്രബിളൊന്നും അധികം പേർക്കും കാണാനില്ല. നമ്മുടെ ഇതിൻ്റെ ഈ യൂറോപ്യൻ ക്ലോസറ്റും ഒക്കെ വന്നുകൊണ്ട് വലിയ ഹുക്ക്വേമിൻ്റെ അത് എനിക്കൊരു 8-10 കൊല്ലമായിട്ട് ഹുക്ക്വേമിൻ്റെ ട്രബിൾ ഉള്ള ഇത് കിട്ടിയിട്ടില്ല. ഈ പിൻബോം ട്രബിൾ ഇപ്പോഴും വളരെ ശല്യമായിട്ട് തന്നെ ഉണ്ട്. പിൻബോം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ സോർണം വണ്ണം 2 ഡോസ് കൊടുത്തിട്ട് ട്യൂക്രിയം കൊടുക്കുമ്പോൾ അതിന് നല്ല റിലീഫ് വരുന്നുണ്ട്. ട്യൂക്രിയം കൊടുക്കണം. ട്യൂക്രിയം കൊടുത്തിട്ട് ട്യൂക്രിയം ഇതായിട്ടില്ലെങ്കിൽ സൈലീഷ്യ നല്ലതാ. സൈലീഷ്യക്കും ഇതുപോലെ ധാരാളം ക്രിമി പോവും. പിന്നെ അവരോട് ഹൈജീൻ ഇത് നോക്കാൻ പറയണം. കുട്ടി നാപ്കിൻ അല്ല, അത് ഹൈജീൻ മെഷർ വൃത്തിയായിട്ട് അവര് കൈ കഴുകിയിട്ട് ആഹാരം കഴിക്കാൻ പറയണം. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കരുതെന്നൊക്കെ, അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ, അതൊന്നും പ്രാക്ടിക്കലല്ല, എന്നാലും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഈ കുട്ടികൾ രാത്രി ഭയങ്കരമായിട്ട് ഇങ്ങനെ പിൻവേം ട്രബിൾ കൊണ്ട് കുട്ടികളെ അവിടെ ചൊറിച്ചിലും ഒക്കെ കാണിക്കുമ്പോൾ ടിഞ്ചർ തന്നെയാണ് ഇത് കാണിക്കുമ്പോൾ ഒരു 2-3 ഡ്രോപ്സ് ട്യൂക്രി കൊടുത്തിട്ട് ഒരു 2-3 ഡ്രോപ്സ് വെള്ളവും കൂടി ചേർത്തിട്ട് അവിടെ ഒന്ന് തുടയ്ക്കാൻ പറയണം. അപ്പോൾ അവർ രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. കുട്ടികളല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഇത് കാരണം, ചൊറിച്ചിൽ കാരണം കുട്ടികൾ രാത്രി ഉറക്കം അവർക്ക് ഡിസ്റ്റർബ്ഡ് ആവും. അത് കൊടുക്കാം. പിന്നെന്താണ്, ഞാൻ ഓരോന്നൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡോക്ടറെ പറഞ്ഞില്ലേ, കുപ്രം ടൈട്രിക്കോ എന്താ പറഞ്ഞത്, അതുപോലെ തന്നെ കുപ്രം ഓക്സിലേറ്റം അത് നല്ല മെഡിസിനാണ്. അതെന്തിനാണെന്നറിയാമോ? ഒരു മിനിറ്റ്, ഞാനതൊരു ബുക്കിൽ വായിച്ചതാണ്. കുപ്രം ഓക്സിലേറ്റം എന്ന് പറഞ്ഞുള്ള ഒരു മെഡിസിൻ എല്ലാ ടൈപ്പും വേംസിനും കൊടുക്കാം. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഗിവൺ അലോങ് വിത്ത് നക്സോമിക്ക 30. നക്സോമിക്കയും കൂടി കൊടുത്തിട്ട് ഇത് കുപ്രം ഓക്സിലേറ്റം. കുപ്രം ഓക്സിലേറ്റം എനിക്ക് കിട്ടിയത് 3X ആണ്. ആ 3Xും നക്സോമിക്കയും ഞാൻ കൊടുത്തിട്ട് 2-3 കേസ് എനിക്കത് സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബാക്കിയെല്ലാം നമ്മളിങ്ങനെ സിംറ്റം അനുസരിച്ചൊക്കെ മെഡിസിൻ കൊടുക്കാമല്ലോ. ഇപ്പോൾ കരച്ചിലും മാച്ചിയുള്ള പിള്ളേരാണെങ്കിൽ നമുക്ക് പൾസാറ്റില കൊടുക്കാം. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് പൾസാറ്റില കൊടുക്കാം. അങ്ങനെ ഇല്ല. പിന്നെ ഏത് മെഡിസിൻ ഞാൻ കൊടുക്കുകയാണെങ്കിലും നാട്രം ഫോസ് 6X കൊടുക്കും എലോങ് വിത്ത് നാട്രം ഫോസ് എക്സ്പെൽസ് വേംസ് എന്നുണ്ട്. ഇത്രയൊക്കെ പോരെ? പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ. അമ്പാടിയമ്മ കുറച്ച് ടിപ്സുകൾ ആഡ് ചെയ്തു. ഓരോ മെഡിസിനും കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ചില പ്രത്യേകതകൾ, ചില അഡീഷൻസും കുറച്ച് കാര്യങ്ങളും ഒക്കെ ചേർത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടും എന്നാണ് അമ്പാടിയമ്മ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ നല്ല ഒരു നിർദ്ദേശങ്ങളും
എന്താണ് അറിവുമാണ് അമ്പാടിയമ്മ പങ്കുവച്ചത്. വളരെ സന്തോഷം. ഇനിയും എന്തെങ്കിലും ഓർമ്മിക്കുന്നെങ്കിൽ പറയണം. തുടരാം. പറയാം. അമ്പാടിയമ്മയ്ക്ക് തുടരാം. അടുത്തത് ഓക്കെ. ഷഫീഖ് ഡോക്ടറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത്. ഹാൻഡ് റൈസ് ഇപ്പൊ കാണുന്നില്ല. ഷഫീഖ് ഡോക്ടർ കോഹോസ്റ്റ് ആണ്, സംസാരിക്കുക. കേൾക്കാമോ? കേൾക്കാം. ഈ പിൻവേംസിന്റെ കംപ്ലൈന്റ് പലർക്കും ഡിവേം ചെയ്താലൊന്നും വിരയ്ക്ക് മരുന്ന് കൊടുത്താലൊന്നും പിൻവേംസിന്റെ കംപ്ലൈന്റ് കുറയാറില്ല ചില കുട്ടികൾക്ക്. അങ്ങനെയുള്ളതിന് മെഡോറിനം 10 വളരെ എഫക്റ്റീവാണ്. മെഡോറിനം 10. അതുപോലെ വിരശല്യം കൂടിയിട്ട് ചില കുട്ടികൾ ഭയങ്കര ഛർദില് വൊമിറ്റിംഗ് ആയിട്ട് വരും. അത് നിർത്താൻ സ്പൈജീലിയ 200 വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതില് നമ്മള് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്നത്തെ ചർച്ചയില് നമുക്ക് ഈ അവര് അലോപ്പതിക്കാരിങ്ങനെ കൊടുക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതും കൂടെ ഒന്ന്, അത് നമ്മുടെ രീതിയിൽ ഹോമിയോപ്പതിക്ക് ഇന്നതിനൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടെ പബ്ലിക്കിനൊന്ന് അറിയിക്കത്തക്ക എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ, അതായത് വിരശല്യത്തിന് ഹോമിയോ പ്രതിവിധി ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ സർക്കാർ ഡിസ്പെൻസറികളിലും അവിടെയൊക്കെ ഒന്ന് ഇത് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ ആൾക്കാർക്ക് നമ്മുടെ ഹോമിയോ മരുന്ന് സ്ഥിരം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാവും ഹോമിയോയിൽ ഇതിനൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പം വിരയിളക്കാൻ വേണ്ടി അലോപ്പതി മരുന്നാണല്ലോ സ്കൂൾ വഴി കൊടുക്കുന്നത്. പിന്നെ ഈ സ്കൂളില് ഇപ്പം പല പല മരുന്നുകൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. അത് ഒരു കണക്കിന് എല്ലാവരിലും എത്തുമെന്നുള്ളതാണെങ്കിലും ചില രീതിയിൽ അതിന് ചെറിയ ഡിഫക്റ്റുകളും ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ആയുഷ് സിസ്റ്റത്തിനും ഇതിനൊക്കെ സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മള് പബ്ലിക്കിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്യണം. അതും പ്രാധാന്യമാണ്. നമുക്ക് അല്ലാതെ ഇത് ഹോമിയോ മരുന്നുകൾ ഇതിനൊക്കെ ഉണ്ട് എന്നുള്ളത് പറയുന്നതോടൊപ്പം പബ്ലിക്കില് അത് എത്തുകയും വേണം. ഇപ്പം ഒരു അവയർനെസ് പോലെയാണല്ലേ ഇപ്പൊ അലോപ്പതിക്കാർ കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് ആയുഷ് സിസ്റ്റത്തിനും ഇങ്ങനെ ഹോമിയോപ്പതിക്ക് ഇതിനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ ഇത് ചെയ്യണം. അതിനുള്ള ഒരു നീക്കം കൂടെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഷഫീഖ് ഡോക്ടറെ, അപ്പൊ ഈ അവയർനെസ് അപ്പൊ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് സ്ഥാപനങ്ങളിൽ അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളെ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും അങ്ങനെ ബോർഡ് വെച്ചുകൂടെ? അല്ലെ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വെക്കുന്നതും ഇതും രണ്ടും രണ്ടാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നമ്മുടെ സ്ഥിരം മരുന്ന് അതുപോലെ നമ്മളെ മരുന്നിന് ഇപ്പൊ തന്നെ ഇപ്പൊ ഈ ഇത് കൊടുക്കാൻ പറഞ്ഞപ്പോ പല പേഷ്യൻസും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഡോക്ടറെ ഇത് സ്കൂളിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നു കൊടുക്കും. ഞാൻ പറയും കൊടുക്കണ്ട, നമ്മുടെ മെഡിസിൻ സ്ഥിരം ഹോമിയാണ് കഴിക്കുന്നത്, ഹോമിയോ മെഡിസിൻ ഇപ്പൊ കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിർബന്ധിച്ച് കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ കൊടുത്തേ ഉള്ളൂ എന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മളടുത്ത് ചോദിച്ചവരടുത്തൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ള. അത് കൂടാതെ ഇവര് ചെയ്യുന്നത് പോലെ പബ്ലിക്കില് ഇപ്പം അവര് പിന്നെ വിരദിനമെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യും പോലെ നമുക്കും ചെയ്തുകൂടെ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് ചെയ്യുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കാണും. ആ വ്യക്തിക്ക് എന്ത് തരത്തിലുള്ള വിരയുടെ ഇൻഫെക്ഷൻ ആണ് ഉള്ളത് അല്ല, ഇപ്പൊ അവര് കൊടുക്കുന്ന ഈ സാധനത്തിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. എന്നിട്ട് അവര് കൊടുക്കുന്നുണ്ടല്ലോ. നമ്മളെ മെഡിസിൻ അങ്ങനത്തെ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലല്ലോ. ഒന്നുമല്ലെങ്കിൽ സിനാത്തേറ്റിയെങ്കിലും കൊടുത്താൽ മതിയല്ലോ. സിന പൊതുവെ ഇതിന് പറയുന്നുണ്ടല്ലോ. സിനാത്തേറ്റിയൊക്കെ സ്ഥിരം കൊടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ട് പിൻവേംസ് അങ്ങനെയൊക്കെ ഉള്ളതിന് മാത്രം നമ്മൾ ആ രീതിയിലുള്ള ചികിത്സ കൊടുക്കണം. പിന്നെ റെറ്റാൻഡിയയും പിൻവേംസിന് എഫക്റ്റീവ് ആണ്. ഞാൻ ചില കേസിന് മറ്റേതിൽ കുറയാതെ റെറ്റാൻഡിയ കൊടുത്തിട്ട് കുറഞ്ഞ കേസുകളും ഉണ്ട്. അതൊക്കെ വളരെ റെയറായിട്ടുള്ള കേസുകൾക്കാണ് അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, മെഡോറിനം 10 വളരെ എഫക്റ്റീവാണ്. എനിക്കത് എന്റെ പ്രാക്ടീസ് ഫീൽഡിൽ ഒരുപാട് പിൻവേംസിന് എത്ര മരുന്ന് ടുക്കുരയും ടിഞ്ചറൊക്കെ കൊടുത്താലൊക്കെ തൽക്കാലത്തേക്ക് നിൽക്കും, ഒരാഴ്ച കഴിയുമ്പോൾ പിന്നും പഴയ അവസ്ഥയാണ്. അതിന് മെഡോറിനം 10 വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഷഫീഖ് ഡോക്ടർ, അമ്പാടിയമ്മ സോർണം 1 2 ഡോസ് കൊടുത്തിട്ട് ടുക്കുറിയൻ ടിഞ്ചറൊക്കെ കൊടുത്താൽ പിൻബോംബിന് ആശ്വാസം കുറച്ചുകൂടി നല്ല ആക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. ഷഫീഖ് ഡോക്ടർ മെഡോറിന 10 കൂടി ആഡ് ചെയ്യും.
അടുത്തത് നമുക്ക് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ഇനി രണ്ടുപേര് അമ്പാടിയമ്മ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. കുറുപ്പ് സാറും എന്തോ ഷഫീക്ക് സ്പൈഡീലിയ ടിഞ്ചർ പറഞ്ഞ സ്പൈഡീലിയ 200 പറഞ്ഞില്ലേ വോമിറ്റിങ്ങിന്. ആ, അങ്ങനെ അത് പിൻപ അല്ല വേംസിൻ്റെ ട്രബിൾ കൊണ്ടുള്ള വോമിറ്റിങ്ങിന് വളരെ നല്ലതാണ്. പക്ഷെ അത് ആക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പിക്കോക്കാണ്. ഇപ്പിക്കോക്ക് 3X. അവർക്ക് ഭയങ്കര ഓക്കാനമായിരിക്കും കൂടുതൽ ഛർദിനെക്കാട്ടിലും. അപ്പോൾ ഞാൻ ഇത് കൊടുക്കാറുണ്ട്. സ്പൈജിയിൽ കൊടുക്കുമ്പോൾ അവർ ഈ പൊക്കിളിൻ്റെ അവിടെ വേദന പറയുകയും കുട്ടി ഛർദ്ദിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്പൈജീലിയ വളരെ ഇൻഡിക്കേറ്ററായിട്ട് തോന്നാറുണ്ട്. എന്നിട്ടും അത് സ്പൈജീലിയ കൊടുത്തിട്ടും വോമിറ്റിംഗ് കുറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്പൈജീലിയയും ഇപ്പിക്കോക്ക് 3Xും കൂടി ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾ വേംസ് ട്രബിൾ വരുന്നവർ ഈ പെൻസിൽ തിന്നും. പിന്നെ ഇതിൽ ഈ കൽക്കട്ടയൊക്കെ തിന്നും. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൽക്കേറിയ കാർബ് 30 ആദ്യം ഒരു 3 ടൈംസ് എ ഡേ കൊടുത്തു കഴിഞ്ഞിട്ട് 200 2 ടൈംസ് 1 അങ്ങനെ കൊടുത്ത് ഞാൻ നിർത്താറുണ്ട്. പലർക്കും അത് ഇത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇപ്പം പെൻസിലൊന്നും തിന്നില്ല ഡോക്ടറെ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ രണ്ടാമത് ഇപ്പോൾ സ്കൂളിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്കൂളിലൊക്കെ ഒരു അവെയർ ഫോം നമ്മൾ ചെയ്യണം. അവിടെ അവരെ ഇത് ചെയ്യുന്നിട്ട് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് അവരോടൊക്കെ ഇങ്ങനെ ട്രബിളിനൊക്കെ നമുക്ക് മെഡിസിൻ ഉണ്ട്, ഞങ്ങൾ ഇത് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ സ്ഥിരം പേഷ്യൻസ് ഇവർ കിട്ടിയാലും അവർ കഴിക്കാറില്ല. ഇപ്പം എൻ്റെയൊക്കെ പേഷ്യൻസ് ഇതിങ്ങനെ സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ മിണ്ടാതെ വാങ്ങിക്കും. പക്ഷെ അവർ കൊടുക്കില്ല. അവർ പറയും ഡോക്ടറെ ഞങ്ങൾ വാങ്ങിച്ചു, ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയും. ഞാൻ പറയും എന്തെങ്കിലും ഗവൺമെൻറ് ട്രബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ നാട്രം ഫോഴ്സാണ് കൊടുക്കാറ്. നാട്രം ഫോഴ്സ് സീന 30 നാട്രം ഫോഴ്സിൽ സീന 30 ഒഴിച്ചിട്ട് കൊടുക്കും. അങ്ങനെ ഒരു പ്രിവെൻറ്റീവ് പോലെ കൊടുക്കണമെങ്കിൽ. ഓക്കെ അമ്പാടിയമ്മ, അപ്പോ കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ കൂടി അമ്പാടിയമ്മ നടത്തിയിട്ടുണ്ട്. കുറച്ച് ടിപ്സ് കൂടി കിട്ടി. വളരെ സന്തോഷം. അടുത്തത് സലീം കുമാർ ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സലീം കുമാർ ഡോക്ടറെ സംസാരിച്ചു. എനിക്ക് ഒന്നും അധികം പറയാനില്ല. ഞാൻ അമ്പാടി ചേച്ചി പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കറക്ഷൻ ഉള്ളത് കുപ്രം ഓക്സിഡേറ്റോ അല്ല, കുപ്രം ഓക്സി നൈട്രിക്കം എന്ന് പറഞ്ഞ സാധനമാണ് 3X. വേറെ ഒന്നുമില്ല. അപ്പോൾ അത് ഓക്സിഡേറ്റോ എന്ന് പറഞ്ഞ സാധനം മരുന്ന് മാറിപ്പോകുന്നതാണ്. കുപ്രം ഓക്സി നൈട്രിക്കോ എന്ന് പറഞ്ഞിട്ടാണ് 3X. അത് നല്ല സാധനമാണ്, നല്ല മരുന്നാണത് കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഈ നമ്മൾ പറയുമ്പോൾ ആളുകൾ സംശയം ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയണം. മോഡേൺ മെഡിസിൻ ചെയ്യണത് വിരനെ കൊല്ലാനുള്ളൊരു വിഷം അവരിലേക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. ഞങ്ങളങ്ങനെ വിഷം കൊടുക്കണില്ല. അപ്പോൾ വയറ്റിൽ കിടക്കണ വിര ചാവാനുള്ള വിഷം കൊടുക്കുന്നു. ആ വിഷം വിരയിൽ മാത്രമാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ മതി എന്നൊക്കെ ഒറ്റ വാക്കുകളാണ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ആൾക്കാരുടെ ഉള്ളിലൊരു സമാധാനം പോയി കിട്ടും. പിന്നെ ഇതിന് വയറുവേദന ഉണ്ടാവും, തലവേദന ഉണ്ടാവും, കുട്ടികളുടെ മുടി ഒഴിച്ചിൽ വരെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് സൈഡ് എഫക്റ്റ് ആയിട്ട്. അപ്പോൾ കുട്ടിയുടെ മുടി ഒഴിവെന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ആൾക്കാർ ഒന്ന് പേടിച്ചോളും. ഇതൊക്കെ ഇതിൻ്റെ ഭംഗിയായിട്ട് സൈഡ് എഫക്റ്റായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. ഛർദി, വയറുവേദന, മുടി കൊഴിച്ചിൽ, റിവേഴ്സിബിൾ ഹെയർ ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുടി പോകും, പക്ഷേ എന്നാലും വന്നോളും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ നമുക്കും മരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നേരത്തെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, നമ്മളുടെ പ്രൈവറ്റ് ക്ലിനിക്കുകളിലെങ്കിലും നമുക്ക് വിരയ്ക്ക് ഞങ്ങൾക്ക് മരുന്നുണ്ട് എന്നറിഞ്ഞാൽ അത്രയും ജനത്തിനിടയിലോട്ട് ഈ അറിവ് ചെല്ലും. ഓക്കെ, വേറെ ഒന്നും. ഓക്കെ സലീം കുമാർ ഡോക്ടറെ, അപ്പൊ ഈ പ്രൈവറ്റ് ക്ലിനിക്കുകളിലും ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ബോർഡ് വെക്കാം. ഒരു അവയർനെസ് ആവും തീർച്ചയായിട്ടും. പിന്നെ ഗവൺമെന്റ് ഡിസ്പെൻസറികളിലും വെച്ചാൽ അതും നല്ല കാര്യം തന്നെ. അടുത്തത് നമുക്ക് ശ്രീധരക്കുറുപ്പ് സാറിലേക്ക് വരുന്നതിന് മുമ്പ് ദേവൻ ഡോക്ടറിൽ ഒന്ന് പോകാം. ദേവൻ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ദേവൻ ഡോക്ടറെ സംസാരിച്ചോളൂ. നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഞാൻ ഷാജി കുടിയാട്ട് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി കാര്യമാണ് പറയുന്നത്. ഇതിപ്പോൾ
ഈ ഡീവേമിംഗ് എന്ന് പറയുന്നത് ശരിക്കും വികസ്വര രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ, മൂന്നാം ലോക രാജ്യങ്ങളിൽ മാത്രമേ. ഇതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ ഒരു സംഘടന എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് സംഘടനയാണ്. ഞാൻ അതിനെപ്പറ്റി വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷെ അവിടെ ഡീവേമിംഗ് ഇല്ല. അവിടെ ഇങ്ങനെ നാഷണൽ ഡീവേമിംഗ്, ഞാനതുണ്ടോയെന്ന് അറിയാൻ സെർച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെ ഡീവേമിംഗ് ഇല്ല. അപ്പോൾ ഈ മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് ആണ് ഇത്തരം സാധനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. അതിൻ്റെ പിന്നിൽ അജണ്ട ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എങ്കിൽ പോലും അത്തരം ഒരു സാധ്യതയുണ്ട്. പിന്നെ അത്തരം ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഇതൊരു വ്യാപകമായിട്ട് ഇങ്ങനെ ആ പിന്നെ പേര് തന്നെ എനിക്കൊരു സംശയം തോന്നണം. കാരണം ദേശീയ വിര നിയന്ത്രണം, അതെന്തൊരു ദേശീയ വിരയെന്നും പറഞ്ഞൊരു വിരയുണ്ട്. ദേശീയ കക്ഷിയുണ്ട്, ദേശീയ മൃഗമുണ്ട്, ദേശീയ അങ്ങനെയുള്ള പല സാധനമുണ്ട്. ഈ ദേശീയ വിരയുണ്ടോ? ഇപ്പം ദേശീയ വിര നിയന്ത്രണ പരിപാടി എന്നുള്ള ആ ഒരു ഹെഡിങ് തന്നെ അത് വലിയ കുഴപ്പമായിട്ടല്ല ഞാൻ പറയാൻ. എന്നാൽ പോലും അത്തരത്തൊരു ദേശീയ പരിപാടിയായിട്ട് ഇത് നടപ്പിലാക്കേണ്ടത് ആവശ്യമില്ല. പിന്നെ ഇത് കെനിയയിലാണ് ഇത്തരം ഒരു പണ്ട് ഇത്തരം ഒരു സ്റ്റഡി നടന്നത്. എന്നിട്ട് അത് വളരെ ഫലപ്രദമാണെന്നുള്ള രീതിയിൽ ഒരു വിഭാഗവും, അതത്ര അതിന് മെറ്റാ അനാലിസിസ് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ മറ്റൊരു വിഭാഗവും, രണ്ട് തരത്തിലുള്ള വാദമുഖങ്ങളും നമ്മൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. കെനിയയിൽ ഇത് കൊടുത്തതോടുകൂടി വിദ്യാർത്ഥികളുടെ സ്കൂളിൽ വരുന്ന പ്രവൃത്തി ദിനങ്ങളുടെ അളവ് കൂടിയെന്നും പിന്നെ അവർക്ക് അനീമിയ കുറഞ്ഞെന്നും അവർ കുറച്ചുകൂടി ഊർജ്ജസ്വലരായെന്നും പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ തന്നെ വേറെ റിപ്പോർട്ടിൽ കിടക്കുന്നത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കിടക്കുന്ന ചില അലർജിക് ഡിസീസ്, ഓട്ടോഇമ്യൂൺ ഡിസീസസ് ഒക്കെ ഈ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ പാരസൈറ്റ്സിന് ചില ഗുണവും കൂടി ഉണ്ടല്ലോ ചിലപ്പോഴൊക്കെ. ചില ചെറിയ രീതിയിൽ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങൾ അവരെ കുറച്ചാണ് ബാധിക്കുന്നത്. ഇത്തരം രോഗങ്ങൾ ഈ വികസ്വര രാജ്യങ്ങൾക്ക് ഇന്നൊരു, അതായത് വികസിത രാജ്യങ്ങൾക്ക് ഇന്നൊരു ശാപമാണ്. അപ്പോൾ അത്തരത്തിൽ അതിന് രണ്ട് വശങ്ങൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ മരുന്നുകൾ വ്യാപകമായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന കുഴപ്പങ്ങൾ ഇങ്ങനെ, അതായത് സ്വാഭാവികമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ചില പ്രയോജനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയും ഈ മരുന്നുകൊണ്ടുണ്ടാകും. പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ. അത് എന്തായാലും ആൽബൻഡാസോളാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ആൽബൻഡാസോൾ എന്ന് പറയുന്ന എല്ലാ വരകൾക്കും ഫലപ്രദമൊന്നുമല്ല, അത് അവർ തന്നെ പറയുന്നുണ്ട്. എല്ലാ വരകൾക്കും ആൽബൻഡാസോൾ ഫലപ്രദമൊന്നുമല്ല. പിന്നെ ഇവിടെ കൂടുതലായിട്ട് കാണുന്ന വരകൾക്ക് ഇത് കൊടുക്കാം എന്നാണ് അവർ പറയുന്നത്. ഇനി മെഡിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം മെഡിസിനൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ സിറിനം ഒരു നല്ല മെഡിസിനാണ്. പിൻവേം മറ്റേ മെഡോറിനം ഒക്കെ, അതുപോലെ സിറിനം ഇപ്പം ഒരു ഇത് വിട്ടുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ സിറിനം നല്ല മെഡിസിനാണ്. പ്രത്യേകിച്ച് അത് ഈ 1-2 ഡോസ് ഒരു ഹയർ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ പിൻവേമിൻ്റെ അത് നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സൈലീഷ്യ ഒരു ട്യൂബർക്കുലോസിസ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ, ഗ്ലാൻഡുലാർ എൻലാർജ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ സൈലീഷ്യ വളരെ നല്ല മെഡിസിനാണ്. സൈലീഷ്യയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. സൈലീഷ്യ ഈ വിര മൂലമാണ് കടന്നു മുള്ളുന്നതെങ്കിൽ, അതായത് അത് ഇൻവോളണ്ടറി യൂറിനേഷൻ വിര മൂലമാണെങ്കിൽ സൈലീഷ്യ ആക്ട് ചെയ്യാറുണ്ട്. ഇൻവോളണ്ടറി യൂറിനേഷൻ നമുക്ക് ഒരുപാട് മെഡിസിനുണ്ട്. പിന്നെ ഈ റവേനസ് അപ്പിറ്റൈറ്റ്, അതിന് പിന്നെ സിന, സൾഫർ, സ്പൈജീലിയ, ഇഗ്നേഷ്യ, പിന്നെ ബറീറ്റ കാർബ്, ലൈക്കോപോഡിയം ഒക്കെ അതിന് മെഡിസിനായിട്ട് വരാറുണ്ട്. പിന്നെ റവേനസ് അപ്പിറ്റൈറ്റ്, ആ റവേനസ് എന്നുള്ള വാക്ക് നമ്മൾ റാവൻ എന്ന് വെച്ചാൽ കാക്കയെന്ന്, അപ്പോൾ അത് നമ്മൾ മറക്കരുത്. റവേനസ് അപ്പിറ്റൈറ്റും ഈ കനൈൻ ഹങ്കറും റവേനസ് ഹങ്കറും നമ്മൾ മെറ്റീരിയൽ മെഡിക്കലിൽ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ ടേപ്പ് വേമിന് ഇത് നേരത്തെ പറഞ്ഞതാണ് ഇവിടെ. അത് കൃത്യമായിട്ട് ടേപ്പ് വേമിന് സ്പെസിഫിക് ആണെന്നും പറഞ്ഞ് മെറ്റീരിയൽ മെഡിക്കലിൽ പറയുന്നത് തൈമോള് മെറ്റീരിയൽ മെഡിക്കലിൽ പറയുന്നുണ്ട്. ഫിലിക്സ് മാസ് ടേപ്പ് വേമിന് പറയുന്നുണ്ട്. പിന്നെ ചിനപ്പോഡിയം ഇതിന് പറയുന്നുണ്ട്. പിന്നെ സാൻറ്റോണിയം ലോവർ പൊട്ടൻസി കൊടുക്കണമെന്നുള്ള രീതിയിൽ ഒരു വന്നായിരുന്നു. അത് ലോവർ പൊട്ടൻസി കൊടുക്കാൻ, അത് ടോക്സിക് ആണ് എന്ന് നമ്മുടെ മെറ്റീരിയൽ മെഡിക്കലിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സാൻറ്റോണിയം അതുപോലെ മലബന്ധമുള്ള കുട്ടികൾക്ക്
പിന്നെ സാന്റോണിയം, മലബന്ധവും പനിയുള്ള കുട്ടികൾക്ക് സാന്റോണിയം കൊടുക്കരുതെന്നും മെറ്റീരിയൽ മെഡിക്കയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പിന്നെ വരെയുള്ള കുട്ടികൾക്ക് ഈ കോങ്കണ്ണ് സ്ക്വിന്റ് കാണും. അതിന് സ്പൈജീലിയ നല്ലൊരു മെഡിസിൻ. സ്കിൻ്റെ നമുക്ക് ഒരുപാട് മെഡിസിൻ ഉണ്ട്, വേറെ മെഡിസിനൊക്കെ ഉണ്ട്. പക്ഷെ വര മൂലമാണ് ഇത് ഉണ്ടാകണതെങ്കിൽ സ്പൈജീലിയ ഏകദേശം ഒരു സ്പെസിഫിക് എന്ന് പറയാം, വര മൂലം ആണെങ്കിൽ. സ്പൈജീലിയയുടെ ഒരു പ്രധാന പ്രത്യേകത ചൈൽഡ് റഫർ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇത് അംബലിക്കൽ ഈസ് ദ മോസ്റ്റ് പെയിൻഫുൾ റീജിയൻ. കൊച്ചു തൊട്ട് കാണിക്കുക, ഇവിടെ ഏറ്റവും വേദന എവിടെയാന്ന് ചോദിച്ചാൽ കൊച്ചു തൊട്ട് കാണിക്കുക. ആ കറക്റ്റ് അംബലിക്കസ് ചുറ്റുമല്ല, അംബലിക്കസ് അത് കൃത്യമായി നേവൽ, ആ അംബലിക്കസ് എന്ന് തന്നെ നേവൽ എന്ന് തന്നെ പറയുന്നുണ്ട്. അത് കൊച്ചു തൊട്ട് കാണിക്കും സ്പൈജീലിയ കുട്ടി. പിന്നെ സ്പൈജീലിയക്ക് ഉള്ളത് പാൽപിറ്റേഷൻ. അത് ഈ വേം കംപ്ലൈന്റ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇത് അനീമിയ ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനീമിയ ഒരു പ്രധാന ഘടകം, അത് അതിൻ്റെ ഇതാണ്, സെക്കൻഡറി ആണ്. അപ്പോൾ അനീമിയ വന്നിട്ട് ഈ പാൽപിറ്റേഷൻ ഉണ്ടാകുകയാണെങ്കിലും അത് വേം കംപ്ലൈന്റ് കൊണ്ടാണെങ്കിൽ നമുക്ക് സ്പൈജീലിയാണ് അതിൻ്റെ മെഡിസിൻ. പിന്നെ സൾഫർ ഓഫ് കോഴ്സ് പ്രധാനപ്പെട്ട മെഡിസിനാണ്. സിന നേരത്തെ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. പിന്നെ സിനയ്ക്ക് പിന്നെയുള്ള ഒരു പ്രത്യേകത, സിന കുട്ടികളുടെ ആ കിടപ്പ് ഒരു ജനുപെക്ട്രൽ പൊസിഷനിലായിരിക്കും അവർ കിടക്കുന്നത്. അപ്പോൾ ആ ജനുപെക്ട്രൽ പൊസിഷൻ കിടക്കണതിന് നമുക്ക് ട്യൂബർക്കുലിനും മെഡോറിനും കാർസിനോസിൻ കുറേ മെഡിസിൻ ഉണ്ട്. പക്ഷെ ഇത് വരെയായിട്ട് പല്ലുകടിയൊക്കെ ആയിട്ട് അങ്ങനെയാണ് കിടക്കുന്നത്, കൊച്ചു കിടക്കുന്ന രീതി അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായിട്ടും പിന്നെ നമുക്ക് സിന ചിന്തിക്കാവുന്നതാണ്. വേറെ മറ്റ് സിംറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ട്. പിന്നെ കൺവൾഷൻ ഉണ്ടാകുന്നതിന് വര കൂടിയിട്ട് ഈ വര ഒരു ആൻറ്റി ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമ്മളെ ബ്രെയിനിൽ ആക്ട് ചെയ്തിട്ട് നമുക്ക് പലർക്കും എല്ലാ കുട്ടികൾക്കും കൺവൾഷൻ വരാറുണ്ട്. അതിന് സിക്യൂട്ട, സ്പൈജീലിയ, സൈലീഷ്യ, അങ്ങനെ കുറേ മെഡിസിൻ ഉണ്ട്. അതൊക്കെ അതിന് വരാവുന്നതാണ്. പിന്നെ അത്യാവശ്യം പിന്നെ ഇത് ദന്തീഷൻ ഡിഫിക്കൽട്ട് ആ സമയത്താണ്, ആ ദന്തീഷന്റെ സമയത്താണ് വരയുടെ കംപ്ലൈന്റ് കൂടുതൽ കാണണമെങ്കിൽ സൈലീഷ്യ ആണ് മെഡിസിൻ. പിന്നെ ദന്തീഷന്റെ സമയത്ത് അങ്ങനെ വരികയാണെങ്കിൽ മാത്രം. പിന്നെ പനി, വരയോടുകൂടി വരുന്ന പനിക്ക് സിന സാബഡില്ല പറയാൻ വിട്ടുപോയി. ഈ സാബഡില്ല ചെവി ചൊറിച്ചിലുണ്ടെങ്കിൽ സാബഡില്ല നല്ല മെഡിസിനാണ്. അതുപോലെ ഒരു മാസ്റ്റർബേഷനിലേക്ക് നയിക്കുന്ന രീതിയിൽ ഈ നമ്മുടെ പ്രത്യേകിച്ച് ലേഡീസിൽ പ്ലാറ്റിനയും സാബഡില്ലയാണ് വേം കൊണ്ട് ചൊറിച്ചിലുണ്ടാകുമ്പോൾ അതിലേക്കൊക്കെ പോകാൻ നല്ല മെഡിസിൻ സ്പൈജീലിയ. എന്നാൽ കലാഡിയം പുരുഷന്മാർക്കും ഈ വേം കൊണ്ട് ഒരു മാസ്റ്റർബേഷൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കലാഡിയം പുരുഷന്മാർക്കും എടുക്കാം. മെർക്സോൾ ഓഫ് കോഴ്സ് മെർക്സോൾ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ സാധാരണഗതിയിൽ മെർക്സോള് അതിൻ്റെ ഇതൊക്കെ കൂടെയാണെങ്കിൽ ഞാൻ മിക്കവാറും കൊടുക്കുന്ന ഒരു മെഡിസിൻ മെർസോളാണ്. അതിൻ്റെ സിംറ്റം ഉണ്ടെങ്കിൽ മെർസോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സിംറ്റം, അതുകൊണ്ടാണ് അത് പറയാത്തത്. മെർസോൾ ഉറപ്പായിട്ട് മെർസോൾ കൊടുത്തിരിക്കും. മെർസോൾ മിക്ക കേസിലും വരയ്ക്ക് വളരെ ഫലപ്രദമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. സിംറ്റം ഡോക്ടർ ഉദ്ദേശിക്കുന്ന സിംറ്റം കൂടെ അങ്ങ് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം. അത് മറ്റേ സ്റ്റൈലിസം ഉണ്ടാവും, ഒഫൻസീവ് ബ്രീത്ത് ഉണ്ടാവും, പിന്നെ വിയർപ്പിന്റെ പ്രത്യേകത, ഇത്രയൊക്കെ നോക്കിയിട്ട് ജനറൽ ആയിട്ടുള്ള വർക്ക്സ് ഉണ്ട് അല്ലേ? അതെ, അത് ഉണ്ടെങ്കിൽ ഇത് വരെയാണെന്ന് ചോദിക്കുമ്പം വരെയുള്ള കുട്ടിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ഇവന്റെ എൻ്റെ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും ചോദിക്കാറില്ല. ഞാൻ മെർസോൾ കൊടുക്കും. ഇപ്പം നമുക്ക് അത്ര കൂടുതൽ അറിവില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഒന്നും ചോദിക്കാറില്ല, എന്നെ അവിടെ കൊണ്ട് നിർത്തും. ഫിലിക്സ് മാസ്, അത് ടേപ്പ് വേയുടെ ഫിലിക്സ് മാസ് ഞാൻ പറഞ്ഞായിരുന്നു, ഓർഗനോണിലും പറയുന്നു. ഫിലിക്സ് മാസ് നല്ലൊരു മെഡിസിനാണ്. ടൈപ്പ് വേവിനൊക്കെ പ്രത്യേകിച്ച് ആക്ഷനുണ്ട്. ട്യൂബർക്കുലോസിസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകിച്ച് യുവാക്കളിൽ കാണുമ്പോൾ അതുമായി ടിഞ്ചർ അല്ലേ കൊടുക്കുന്നത് അല്ലേ? ആണോ? ടിഞ്ചറും പൊട്ടൻസിയും ഒക്കെ കൊടുക്കാം. പൊട്ടാൻസിയം കൊടുക്കും. മെർസോൾ 30യോ? മെർസോൾ 30 ആണ്, മിക്കവാറും 30 ആണ് കൊടുക്കുന്നത്.
സാബിളില്ല ഞാൻ പറഞ്ഞല്ലോ അല്ലേ? സാബിളില്ല ആ നമ്മള് ചെവി ചേർത്തത്. പിന്നെ എന്താ ഇതാ, ഒച്ചയടപ്പിന് സിന ഒരു ക്രോണിക് ഹോഴ്സിനസിന് സിന നല്ല മെഡിസിനാണ്. നമ്മൾ സാധാരണ മെഡിസിനൊക്കെ ആരും സിനയിലേക്ക് പോകാറില്ല, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ക്രോണിക് ഹോഴ്സിനസിന് സിന വളരെ നല്ല മെഡിസിനാണ്. സിന ഈ ഇതിനോട് കൂടി ഒച്ചയടപ്പ് വരുന്നതിന് സിന കൊടുക്കും. പിന്നെ ഒച്ചയടപ്പിന് എന്തോരം വരുന്നുണ്ട്, അത് എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ ഇല്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തായാലും ഷാജി ഡോക്ടർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള എന്നെയാണ് ഞാൻ ഷാജി ഡോക്ടറെ കാണുന്നത്. ഈ എല്ലാത്തിനും സംഭവം ശരിയാണ്, അദ്ദേഹം പറയുന്നത് സത്യമാണ്. പക്ഷെ ജനം അത് എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഓ വലിയ ആസൂത്രിത ശ്രമമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ, ജനം അത് ഈ മനസ്സിലാക്കുന്നില്ല. ചെറിയൊരു വിലയ്ക്ക് മരുന്ന് കൊടുക്കുന്നത് അന്താരാഷ്ട്ര ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കൂല. അത് തന്നെയാണ്. അതാണ് ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിന്റെ ആ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് സത്യമാണെന്ന് വിശ്വസിക്കുവാനോ, കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ സാധ്യതയുണ്ട്. പക്ഷെ ജനത്തിനോട് ഇത് നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണെന്നാണ്. അത് പറയാതെ നമ്മള് ഹോമിയോപ്പതിയില് വിലയ്ക്ക് മരുന്നുണ്ടെന്നും ധാരാളം മരുന്നുകൾ ഉണ്ടെന്നും നമ്മളടുത്ത് വരുന്നവർക്ക് വിലയുടെ ശല്യം പറയുമ്പോൾ അത് കൊടുക്കുകയും അതിനൊരു അവയർനെസ് കൊടുക്കുകയും ചെയ്ത് നമ്മളെ പ്രൊമോഷൻ നടത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഒരു കാര്യം കൂടി പറയാൻ പറ്റുമോ? ഈ കെനിയയിൽ തന്നെ ഈ ടോയ്ലറ്റും ഷൂസും അതായത് ടോയ്ലറ്റുകൾ എല്ലായിടത്തും ഏർപ്പെടുത്തിയപ്പോൾ തന്നെ നല്ല രീതിയിൽ ഈ വില കുറഞ്ഞു. ശരിക്കും ഇത്തരം കാര്യങ്ങൾ സ്വച്ഛ ഭാരതോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് ഈ മരുന്ന് മൊത്തം. അതായത് കാടടച്ച് വെടിവെക്കുന്ന രീതി ഏത് സിസ്റ്റം ആണെങ്കിലും ശരിയല്ല. അത് നമുക്ക് അതിനോട് യോജിക്കാം. കാരണം പല ടൈപ്പ് മനുഷ്യരാണ്, എല്ലാവർക്കും ഒരേ മരുന്ന് തന്നെ കൊടുത്ത് അടിച്ചു കയറ്റുന്ന രീതിയോട് അതൊരു കീടനാശിനി പ്രയോഗം പോലെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പൊ പണ്ടത്തെ അത്രയും നമുക്ക് ഇല്ലല്ലോ, ഇവിടെ വിലയില്ല. അതിന്റെ കാരണം ടോയ്ലറ്റുകളായി. പിന്നെ ഈ ഷൂസ് അല്ല ചെരുപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അപ്പൊ അത്തരം കാര്യങ്ങൾ മാറ്റം വന്നപ്പോൾ തന്നെ ഇതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ ഹൈജീന്റെ കാര്യത്തിൽ രമാദേവി ചേച്ചി പറഞ്ഞ ഒന്നുകൂടി ആഡ് ചെയ്യാനുണ്ട്. അടിവസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിലിട്ട് കഴുകണം. അത് ഒരു തവണ കഴുകിയാൽ പോരാ, അതായത് എല്ലാം 2-3 തവണ കഴുകണം. ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിന്റെ ഈ എക്സ് ഒക്കെ വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ചൂടുവെള്ളത്തിൽ കൂടി കഴുകണം. കൈയും കാലും മാത്രം കഴുകിയാൽ പോരാ, ഈ അടിവസ്ത്രങ്ങളും ചൂടുവെള്ളത്തിൽ കഴുകിയാലേ ഈ പിൻവേംസ് പൂർണ്ണമായിട്ട് മാറുള്ളൂ. ഓക്കെ, കഴിഞ്ഞ ദേവൻ ഡോക്ടറെ കഴിഞ്ഞു. ഷാജി ഡോക്ടർ പോയോ? ഷാജി കുടിയേറ്റ ഡോക്ടർ തൽക്കാലത്തേക്ക് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു, കേൾക്കുന്നുണ്ടാവും. എന്തായാലും ദേവൻ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, സൂക്ഷിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. മെഡിസിനിലും കുറച്ച് അഡീഷൻസ് എല്ലാം പറഞ്ഞു, ആഡ് ചെയ്തു. വളരെ നല്ല നിർദ്ദേശങ്ങളാണ് ദേവൻ ഡോക്ടറും പങ്കുവച്ചത്. സലീം വേറൊന്നുമല്ല, ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാല് ഇവരിപ്പോ ആൽബൻഡസോള് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് പറയാൻ പറ്റില്ല ഇത് മരുന്ന് പരീക്ഷണം പോലും അതിനകത്ത് ഉണ്ടാകുന്നുള്ളത്. ഇവന്മാരുടെ കാര്യം അങ്ങനെയൊക്കെ. ഇതിനകത്തൊരു മരുന്ന് പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണോ ഇപ്പൊ ഇത് കൊടുക്കണതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയും ചിലപ്പോൾ ഉണ്ടാവും. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അതും കൂടി ചേർത്തിട്ട് ഇത് കുട്ടികൾ എന്താ വ്യത്യാസമാണ്. നമ്മുടെ ഈ തേർഡ് വേൾഡ് കൺട്രീസ് ആണല്ലോ ഇതിന്റെയൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഈ ആഫ്രിക്കയില് ഒരു കാലത്ത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യവാന്മാരായ ആളുകൾ ആഫ്രിക്കൻ ജനതയായിരുന്നു പറഞ്ഞ. ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തി ആഫ്രിക്കയിലെ ആരോഗ്യമുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞെന്നാ പറഞ്ഞത്. അതായത് അവിടെ കൊടുക്കണ ആഫ്രിക്കയിലെ യുവതലമുറയിലേക്ക് കുത്തിക്കയറ്റിയ മരുന്നുകൾ തന്നെ അവരുടെ ആരോഗ്യം കളഞ്ഞു എന്ന് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അവരെയൊക്കെ ഒരു പരുവാക്കി. അതെ, പരുവാക്കി. വാക്സിനേഷനുകൾ പലതും ഇതുപോലെ വലുതായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യയില് മരുന്ന് പരീക്ഷണം നടത്താൻ എളുപ്പമുള്ള ഒരു രാജ്യവും കൂടിയാണ് ഇപ്പൊ മാറി വരുന്നുണ്ടെങ്കിലും. ഇപ്പോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാർക്കറ്റ് പിടിക്കാൻ എന്തൊക്കെ വേണം, നാളെ നമ്മുടെ കുട്ടികൾക്ക് വേറെ പുതിയ അസുഖം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ളതൊക്കെ എല്ലാത്തും ഉണ്ടായിക്കൂടുന്നില്ല. ഇതെല്ലാം സർക്കാരിന് അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റുകൾക്കും ഇവർക്കൊന്നും ഇതിനകത്തൊരു സംശയമില്ലാത്തതും
പിന്നെ അതുപോലെ അത് തന്നെ എല്ലാത്തിനും സ്വാതന്ത്ര്യം അതിനകത്തുള്ള കൊടുക്കുന്നതും നമുക്ക് വലിയ അപകടം ഉണ്ടാക്കും. അതിലൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളിൽ ഒരു നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. കാര്യം ആരോഗ്യത്തിന്റെ വിഷയം വരുമ്പോഴത്തേക്കും എന്നുള്ള രീതിയിലാവുമ്പോൾ പ്രധാനമന്ത്രിക്ക് പോലും മിണ്ടാൻ പേടിയാവും. പണ്ടത് മനേകാ ഗാന്ധി നമ്മളോട് എന്നോടും ജെയ്സ് പോൾ ഡോക്ടറും കൂടി ഈ കാര്യം തുറന്നു പറഞ്ഞാണ്. നിങ്ങൾ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ടോട്ടൽ ഹെൽപ്ലെസ് ആണ് ഈ കാര്യത്തിൽ. കുറെ പേര് ഇതൊക്കെ കഴിച്ച് ചാവണമെന്ന് വല്ല ഒരു വാർത്ത വന്നാൽ ചിലപ്പോൾ അതും പറഞ്ഞ് നമുക്ക് അല്ലാത്തടത്തോളം കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം ഒരു ഇന്റർനാഷണൽ രീതിയിൽ വരുന്ന ഒരു സാധനം ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി മോഡിക്ക് ഇതിന് അറിയാമെങ്കിലും എനിക്ക് കൂടെ പറ്റൂലെന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് കാരണം കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പറ്റൂലല്ലോ, അതാണ് വിഷയം. ഡോക്ടറെ, അതിന് വേറൊരു കാര്യമുണ്ട്. ഈ ഞാൻ ചില പരീക്ഷണത്തിലൊക്കെ സ്കൂളുകളിൽ ചെല്ലുമ്പം നമ്മുടെ PTA ഉണ്ട്. ആ PTയിൽ അനുവദിക്കാതെ ഇപ്പോൾ ഒന്നും ചെയ്യല, ഒരു പരീക്ഷണവും നടക്കുകയില്ല. ഞാൻ നമ്മുടെ ഒരു പരീക്ഷണത്തിനൊരു ട്രക്കിന്റെ പരീക്ഷണത്തിനൊരു സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എന്ന് പറഞ്ഞു പറ്റിയായിരുന്നു. കാരണം PT അത് എതിർത്ത് കഴിഞ്ഞാൽ, അതായത് മന്തിന് ഗുളിക കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു, പിള്ളേർക്കെല്ലാം പല കോംപ്ലിക്കേഷൻ ഉണ്ടായി. PTയോട് ആലോചിക്കാതെ പല സ്കൂളുകളിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് PTA ഇപ്പൊ നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളുകളുണ്ട്, നമ്മൾ എതിർക്കണം, അന്നേരം അത് മാറും. അതാണ്. പക്ഷെ സാറേ PTA എന്ന് പറയുന്ന കുറച്ച് വിവരമുള്ള ഒരാളെങ്കിലല്ലേ, വിവരമുള്ളൊരു അതെ, അതില് ഒരാള് പറയും കൊടുക്കാൻ, രണ്ടുപേര് പറയും ഇല്ല കൊടുക്കണ്ട. ഇല്ല, അതൊക്കെ മാറി. ഞാൻ നോക്കിയതല്ലേ. ഇത് അല്ല, ഈ സർക്കാരിന്റെ ഒരു നയമായിട്ട് വരുന്ന സാധനത്തിന് ഒരു PTA എതിർക്കൂലെന്നേ. അതിന് ധൈര്യമില്ല ആർക്കും. അവരും മേടിച്ച് വീട്ടിൽ വെക്കും, കഴിക്കുകയില്ല, അതറിയാവോ? അല്ലെ, ഇത് സ്കൂളിൽ വെച്ച് അവര് കഴിപ്പിച്ചിട്ടേ വിടുകയുള്ളെന്നാണ് സ്കൂളിൽ വെച്ച് പുതിയ. കുട്ടികളെ വായിലേക്ക് കൊടുക്കുകയാണ്, അങ്ങനെയൊന്നും വായിൽ വെക്കുക നിർബന്ധമൊന്നുമില്ല. ചെയ്യണം. അതൊക്കെ മാറി. ഇപ്പം വിവരമുള്ള കുറെ ആൾക്കാരെങ്കിലും ഉണ്ട്. അല്ല സാറേ, ഇപ്പോഴത്തെ അത് നയം എന്ന് പറയുന്നത് സ്കൂളിൽ വെച്ച് തന്നെ, ക്ലാസ്സിൽ വെച്ച് തന്നെ അവരെ കഴിപ്പിച്ചിട്ടേ വിടൂ. സാറ് പറഞ്ഞൊക്കെ CBSE സ്കൂളിലൊക്കെ നടക്കും, അല്ലാത്ത പാവപ്പെട്ടവന്റെ സ്കൂളിലൊന്നും നടക്കൂല. അതാ വിഷയം. അതില് രണ്ടഭിപ്രായം വരും. കുറച്ചു പേര് കൊടുക്കാൻ പറയും, കുറച്ചു പേര് കൊടുക്കണ്ടെന്ന് പറയും. അല്ല, കൊടുക്കണ്ടെന്ന് പറയുന്ന ആൾക്കാർ കുറവായിരിക്കും. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാനുണ്ട്, ഇവിടെ പറയാത്ത ചില കാര്യങ്ങളൂടെ പറഞ്ഞ് നിർത്താം, സമയമില്ല. സാറേ ചുരുക്കി പറയണേ, ഷഫീഖ് ഡോക്ടറോട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സാറിന് 1 മിനിറ്റ്. ഓക്കെ. ഇതിൻ്റെ അകത്ത് ആറം ബാറം എന്ന് പറയുന്ന ഒരു മെഡിസിൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ത്രെഡും പിൻബംസിനും പ്രത്യേകമായിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്നാണ്. പിന്നെ കാൽക്കറിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനാണ്. ഒക്രിയം മാറം വീറോ അല്ലേ? അതെ, ഒക്രിയം മാറം വീറോ എന്നാണ് അതിന്റെ ഫുൾ നെയിം. അതെ അതെ, അതൊരു നല്ല മെഡിസിനാണ്, അത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ കുക്വേമിന് ആഡസ് മറട്ടിമ ഒരു നല്ല മെഡിസിനാണ്, മദർ ടിഞ്ചർ. പിന്നെ അക്നൈറ്റ്, ചൈന, ഇഗ്നേഷ്യ, ബാക്കിയുള്ള എല്ലാരും പറഞ്ഞതാ. ഓനേറ്റ, അത് ഇതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനാണ്. ഇത്രയൊക്കെ പറഞ്ഞു നിർത്തുക. ഓക്കെ സാറേ, സന്തോഷം. സാർ ഒത്തിരി മെഡിസിനുകളാണ് പറഞ്ഞത്. ഇനി ഷഫീഖ് ഡോക്ടറിൽ കൂടെ പോയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഗുഡ് നൈറ്റ്. സാറ് വളരെ സന്തോഷം. സാർ ഒരു സെക്ഷൻ മൊത്തം കഴിച്ച് അതിനകത്ത് ഒരു ക്ലാസ് എടുത്ത ശേഷം ഇത്രയും നേരം വെയിറ്റ് ചെയ്യുകയും ഇത്രയും കാര്യങ്ങൾ പറയുകയും ചെയ്ത സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. സാറ് എക്സിറ്റ് ആവുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നന്ദി കൂടെ പറഞ്ഞത്. ഓക്കെ സാർ. ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, ഈ നമ്മുടെ അബ്രഹാം ഇതിനെ കുറെ നാള് കൂടി ഞാനിപ്പോ കയറാറില്ല, അദ്ദേഹത്തിന്റെ ഒരു ചില ഇതിലൊക്കെ പറയുന്ന ഒരു ഹായ്, കുറെ നാളായി അദ്ദേഹത്തെ കണ്ടിട്ട്. വൈദ്യര് ഡോക്ടർ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് കുറച്ച് നാളായിട്ട് കാണാതിരുന്നിട്ട് കണ്ടത്. ഓക്കെ, ഷഫീഖ് ഡോക്ടർ എന്തെങ്കിലും ഏതോ പറയാൻ വന്ന പോലെ എനിക്ക് തോന്നി. ഡോക്ടർക്ക് പൂർത്തിയാക്കാം. കേൾക്കാം. അല്ല, ഈ ഡെവലപ്ഡ് കൺട്രീസില് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ തന്നെയാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. കാരണം അതിന് എക്സാമ്പിൾ ആണ് ഓറൽ പോളിയോ വാക്സിൻ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് അത് ഒരുപാട്
കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്കവാറും അതിന്റെ ഡേറ്റ വെക്കാനായിരിക്കും ഇത്ര ലക്ഷം കുട്ടികൾക്ക് എടുത്തു, അതിൽ ഇത്ര കുട്ടികൾക്ക് അതിന്റെ സൈഡ് എഫക്റ്റ് കണ്ടു. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളെയൊക്കെ ഗിനിപ്പിക്കുകളാക്കുന്നതിന് തുല്യമാണ്. അതുപോലെ ആയിരിക്കണം ഇതുപോലുള്ള മരുന്നുകളും കൊടുക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഷാജി ഡോക്ടർ പറഞ്ഞത്, സലീംകുമാർ ഡോക്ടർ പറഞ്ഞതിലൊന്നും നമ്മൾ സംശയം വെക്കേണ്ട കാര്യമുണ്ട്. അത് കാരണം ഇവരുടെയൊക്കെ അജണ്ടകളിൽ അത് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. കാരണം ഇത് ഇന്ത്യയില്, അത് എസ്പെഷ്യലി കേരളത്തില് എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഫ്രീ ആയിട്ടാണെങ്കിലും നമ്മുടെ ആൾക്കാർ കൊടുക്കും. ഇപ്പം ഇത് തന്നെ സെർവിക്കൽ ക്യാൻസറിന് HPV വാക്സിനൊക്കെ ഇപ്പം എടുക്കാൻ ഒരുപാട് കുട്ടികൾ എടുത്തെന്നാണ് പറയുന്നത്. അതിന്റെയൊക്കെ സൈഡ് എഫക്റ്റുകൾ ഒരു സ്റ്റെറിലിറ്റി അതൊക്കെ ഉണ്ടാക്കുമെന്ന്. അപ്പൊ ഇതൊക്കെ അവരുടെ അജണ്ടയിൽ പെട്ടാണ് പോപ്പുലേഷൻ കൺട്രോൾ. കുട്ടികളുണ്ടാവില്ല. കുട്ടികളുണ്ടായില്ലെങ്കിൽ എന്താണ് ചെയ്യണത്? അതും ആശുപത്രിയിൽ പോയി ലക്ഷങ്ങൾ മുടക്കും. അതും അവർക്ക് തന്നെയാണ് കാശ്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ടകൾ. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കുറച്ച് കോമൺ സെൻസ് ഒക്കെ വേണം. അല്ലാതെ നമ്മൾ മിണ്ടാതിരിക്കേണ്ടതല്ല. നമ്മളുമൊക്കെ ഇതിനെതിരെ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ നടത്തണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഷായി ഡോക്ടർ പറയുന്നത്, സലീംകുമാർ ഡോക്ടർ പറയുന്നതൊക്കെ, ദേവൻ ഡോക്ടർ പറയുന്നതൊക്കെ ഒരു രീതിയിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ ഓക്കെ ഷഫീഖ് ഡോക്ടർ, എന്തായാലും ഇന്നത്തെ ചർച്ച വളരെ ഗംഭീരമായ ഒരു ചർച്ച തന്നെയായിരുന്നു. മാത്രമല്ല ഒത്തിരി ഈ വിരയ്ക്കുന്ന, ഞാനൊക്കെ കേട്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത മരുന്നുകൾ പലരുടെയും ഭാഗത്തു നിന്ന് വന്നു. വളരെ സന്തോഷം. നല്ലൊരു ചർച്ചയായിരുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുക. മറിയാമ്മ ഡോക്ടറെ. നന്ദി ശൈല ഡോക്ടറെ. നമ്മുടെ ഇന്നത്തെ ഈ 1955 ദിവസം നടത്തിയ ദേശീയ വിമുക്ത ദിനവും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ നടന്ന ഈ ചർച്ച വളരെ ഭംഗിയായി നടന്നു. അതിനെ ആമുഖമായിട്ട് സംസാരിച്ച ഷാജി കുടിയാർ ഡോക്ടറിനും, അതേപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീധരക്കുറുപ്പ് സാറ്, ഷഫീഖ് ഡോക്ടർ, രമാദേവി അമ്പാടി മാഡം, സലീംകുമാർ ഡോക്ടർ, ദേവൻ ഡോക്ടർ എന്നിവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും നന്ദി അറിയിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറിയാമ്മ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ നന്ദി പ്രകാശനത്തിന്. വളരെ ഫലപ്രദമായ ഒരു ചർച്ചയായിരുന്നു ഇന്ന് നടന്നത്. അതുപോലെ അവരവരുടെ ക്ലിനിക്കിൽ വരുന്ന രോഗികളോട് വിലക്കുള്ള നമുക്ക് മരുന്നുണ്ടെന്നും അതിന്റെ സൈഡ് ഇഫക്റ്റുകളെ കുറിച്ചെല്ലാം ഒന്ന് ബോധവൽക്കരിച്ച് അവരവർക്ക് പറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്താം. അതുപോലെ വിര ശല്യവുമായിട്ട് വരുന്നവർക്ക് അതിന് നല്ലൊരു മാനേജ്മെന്റ് ഇന്നത്തെ ക്ലാസ് കൊണ്ട്, മാനേജ്മെന്റും ട്രീറ്റ്മെന്റ് ടിപ്സും ഒക്കെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് എല്ലാവർക്കും ലഭിച്ചു കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.